ഒരു ദിവസം ഒരു കുഞ്ഞു മകൻ തൻ്റെ അപ്പൻ കീബോർഡിസ്റ്റ് ആയതുകൊണ്ട് ആ അപ്പൻ്റെ പാഠങ്ങളെല്ലാം പഠിച്ച് ഈ മകൻ കീബോർഡെല്ലാം നല്ലതായിട്ട് വായിച്ചു. വളരെ നല്ലതായി എല്ലാ ഗ്രേഡുകളും പാസ്സായി. ആ മകന് സ്വന്തം വീട്ടിൽ അപ്പൻ കീബോർഡിസ്റ്റ് ആയതുകൊണ്ട് അറിയാതെ അഹങ്കാരം കയറി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, വാ എൻ്റെ കീബോർഡ് വായന കേൾക്കാൻ വാ. നാട്ടുകാരെല്ലാം വിളിച്ചു. ഞാൻ വായിക്കുന്നു, അപ്പനേക്കാൾ ഞാൻ നല്ലതായിട്ട് വായിക്കും, ആരെക്കാൾ ഞാൻ നല്ലതായിട്ട് വായിക്കും. അങ്ങനെ വലിയൊരു ഷോ കാണാൻ ഒരുപാട് പേര് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഇതുള്ള സ്റ്റേജിൽ കയറുന്നത്. ആ കുഞ്ഞ് കീബോർഡ് വായിക്കാൻ നോക്കിയിട്ട് നല്ല ഈണങ്ങൾ വരുന്നില്ല, സ്കെയിലുകൾ തെറ്റുന്നു, പിച്ച് മാറുന്നു, എല്ലാം പ്രയാസമാണ്. കുഞ്ഞിന് ഇത്രയും ആൾക്കാർ ഇത്ര ദൂരത്ത് ഇത്രയും വലിയ സ്റ്റേഡിയം നിറഞ്ഞിട്ട് ആൾക്കാർ എന്താ സംഭവിക്കുന്ന അറിയുന്ന മുമ്പേ ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് കരഞ്ഞ് വായിക്കുന്നുണ്ട്, പക്ഷേ ഈണമല്ല, ഇമ്പമല്ല, കേൾക്കാൻ അധികം പ്രസന്നതയുള്ളതല്ല. ആ നിമിഷം ആൾക്കാർ പതുക്കെ ഹാൾ വിട്ടു പോകാൻ തുടങ്ങി. കുഞ്ഞ് കരയാൻ തുടങ്ങി. ആ നിമിഷം എവിടെയോ ആ കുഞ്ഞ് വിളിച്ചു, അപ്പാ ഒന്ന് വന്നിരുന്നെങ്കിൽ, അപ്പാ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ. നിങ്ങൾക്കറിയാമോ, പുറത്തിറങ്ങിയ ആൾക്കാർ വെളിയിലൊരു നല്ല സൗണ്ട് കേട്ടു. ആമേൻ, വെളിയിൽ നല്ല സൗണ്ട് കേട്ടു. എന്താ ഈ സൗണ്ട്, എവിടുന്ന ഈ സൗണ്ട്? തിരിഞ്ഞ് ഹാളിൽ വരുമ്പോൾ കാണുന്ന കുഞ്ഞ് വായിക്കുന്നുണ്ട്, മറുഭാഗത്ത് നിന്ന് അപ്പൻ കൈവച്ച് വായിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അബദ്ധങ്ങൾ അവിടെ അന്നേരം ഉണ്ട്. പക്ഷെ അപ്പൻ അബദ്ധങ്ങളെ മായ്ക്കുന്ന, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അപ്പൻ്റെ കൈ അവിടെ വന്നു. ഇതാണ് ദൈവമക്കളെ കൃപ. നമ്മുടെ അബദ്ധങ്ങൾ മാറുന്നില്ല, നമ്മുടെ പരാജയങ്ങൾ മാറുന്നില്ല, പക്ഷെ അവിടെ എല്ലാം ആ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്ന യേശു, നമ്മുടെ തകർച്ചയെ ഉയർച്ചയായി മാറ്റുന്ന യേശു, നമ്മുടെ താഴ്ചയെ വളർച്ചയായി മാറ്റുന്ന യേശു. നമ്മൾ ഇന്നും പഴയത് തന്നെയാണ്, പക്ഷേ യേശുവിൻ്റെ കൈ നമ്മുടെ അബദ്ധങ്ങളിൽ വന്ന് അനേകർ പറയും, ഇത് ദൈവത്താലാണ്, നിൻ്റെ കുടുംബം ദൈവത്താലാണ്, നിൻ്റെ ജോലി ദൈവത്താലാണ്, നിനക്ക് പഠിത്തമില്ല, നീ 10ാം ക്ലാസ്സേ ഉള്ളൂ, നിനക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയത്തില്ല, ഇപ്പോഴും നിനക്ക് യാതൊരു കാരണം ഉയർച്ചയ്ക്കില്ല. പക്ഷേ എവിടെയോ നിന്നൊരു മാറ്റം വന്നു. സ്വർഗത്തിലെ അപ്പൻ്റെ കൈ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ കൈ നിങ്ങളുടെ കുടുംബത്തിൽ വരികയാണ്. ഇന്നും ചില കുടുംബങ്ങളെ പണിയാൻ, ഇന്നും ചില ആൾക്കാരെ മാറ്റാൻ സ്വർഗത്തിലെ അപ്പൻ്റെ കൈ നിങ്ങളെ തൊടുകയാണ്. ഞാൻ പറയട്ടെ, ഇത് വളർച്ചയുടെ സംവത്സരം, ഇത് ഉയർച്ചയുടെ സംവത്സരം, ഇത് മാന്യതയുടെ സംവത്സരം. God bless you.